കണ്ണുകൾക്ക് കാഴ്ചയില്ല, കാതുകൾക്ക് കേൾവിയില്ല, സംസാരിക്കാൻ കഴിയില്ല. ഈ ലോകം എങ്ങനെയിരിക്കുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ലല്ലോ. എന്നാൽ തന്റെ പരിമിതികളെ വെല്ലുവിളിച്ച് നൃത്തം ചവിട്ടിയും കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിച്ചും ലോകത്തെ അതിശയിപ്പിക്കുന്ന ഒരു പെൺകുട്ടിയും ഉണ്ട് നമുക്കിടയിൽ. മലയാളിയുടെ ഹെലൻ കെല്ലർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സിഷ്ണ ആനന്ദിന്റെ പോരാട്ട വീര്യത്തിന്റെ കഥയാണിത്. അവളുടെ വിരൽത്തുമ്പിലൂടെ വിരിയുന്ന അത്ഭുതങ്ങൾ കാണാൻ ഈ വീഡിയോ പൂർണ്ണമായും കാണുക. നമസ്കാരം. ലേൺ മലയാളം ഇതിലാവുന്ന മലയാളം ക്ലാസ്സിലേക്ക് 8ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അടിസ്ഥാന പാഠാവലിയിലെ 3ാമത്തെ യൂണിറ്റിൽ വരുന്ന പാഠഭാഗമാണ്. അമ്മ എന്ന പാഠഭാഗത്തിന്റെ തുടർച്ചയായി കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമാണിത്. മലയാളത്തിന്റെ ഹെലൻ കെല്ലറെ കുറിച്ച് അറിയുന്നതിന് മുമ്പ് ആരാണ് ഹെലൻ കെല്ലർ എന്ന് നമുക്കറിയണ്ടേ? അമേരിക്കയിലെ അലബാമയിൽ 1880 ജൂൺ 27-ാം തീയതിയാണ് ആര് ജനിച്ചത്? ഹെലൻ കെല്ലർ ജനിച്ചത്. തന്റെ 19ാം മാസത്തിൽ, അതായത് ജനിച്ച് 19 മാസം പിന്നിടുമ്പോൾ ബാധിച്ച കഠിനമായ പനി ഹെലൻ കെല്ലറുടെ കാഴ്ചശക്തിയും കേൾവിശക്തിയും ഇല്ലാതാക്കി. അതോടെ സംസാരശേഷിയും നഷ്ടപ്പെട്ടു. ലോകം അവൾക്ക് മുന്നിൽ ഇരുളടഞ്ഞതോ നിശബ്ദവുമായി മാറി. ഹെലന്റെ ജീവിതത്തിൽ വെളിച്ചം വീശിയത് ആനി സള്ളിവൻ എന്ന ഗുരുനാഥയാണ്. ഹെലന്റെ കൈവെള്ളയിൽ അക്ഷരങ്ങൾ എഴുതി കൊടുത്താണ് അവർ ആശയവിനിമയത്തിന്റെ ലോകം തുറന്നുകൊടുത്തത്. വെള്ളം എന്ന വാക്കാണ്, അതായത് വാട്ടർ എന്ന വാക്കാണ് ഹെലൻ ആദ്യമായി തിരിച്ചറിഞ്ഞത്. കാഴ്ചയും കേൾവിയും ഇല്ലാതെ ബിരുദം നേടിയ ആദ്യ വ്യക്തി, പ്രശസ്ത എഴുത്തുകാരിയും പ്രഭാഷകയുമായി മാറി. അന്ധർക്കും ബധിരർക്കും വേണ്ടി ലോകമെമ്പാടും സഞ്ചരിച്ച് പ്രവർത്തിച്ചു. സ്ത്രീകളുടെ അവകാശങ്ങൾക്കും തൊഴിലാളി ക്ഷേമത്തിനു വേണ്ടി പോരാടി. ഹെലൻ കെല്ലറുടെ പ്രധാന കൃതികൾ ഇതാണ്: എന്റെ ജീവിതകഥ, ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ്. ഇത് ലോകപ്രശസ്തമായ ആത്മകഥയാണ്. ദ വേൾഡ് ഐ ലിവ് ഇൻ എന്നതാണ് മറ്റൊരു പ്രശസ്തമായ കൃതി. എന്താണ് ഹെലൻ കെല്ലർ ലോകത്തിന് നൽകുന്ന സന്ദേശം? ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ കാണാനോ സ്പർശിക്കാനോ കഴിയില്ല, അവ ഹൃദയം കൊണ്ട് അനുഭവിക്കണം എന്ന ഹെലൻ കെല്ലറുടെ വാക്കുകൾ ഇന്നും ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാണ്. അതായത് അസാധ്യമായതിനെ കീഴടക്കിയവൾ. കാഴ്ചയും കേൾവിയും ഇല്ലാത്ത ഒരാൾക്ക് ലോകപ്രശസ്തയായ എഴുത്തുകാരിയോ പ്രഭാഷകയോ ആകാൻ കഴിയുമെന്ന് ചിന്തിക്കാൻ പോലും പ്രയാസമാണ്. എന്നാൽ തന്റെ മനക്കരുത്ത് കൊണ്ട് ഈ അസാധ്യമായതിനെ സാധ്യമാക്കിയ വ്യക്തിയാണ് ഹെലൻ കെല്ലർ. മലയാളിയുടെ ഹെലൻ കെല്ലർ. അച്ഛന്റെ കയ്യിൽ തൊട്ട് അവൾ പൂക്കളെയും പൂമ്പാറ്റകളെയും കണ്ടു. കാറ്റിന്റെയും കടലിന്റെയും ശബ്ദം അവൾ കേട്ടതും കുസൃതി നിറഞ്ഞ ചിരിയോടെ പലതും പറഞ്ഞതും അച്ഛനിലൂടെയായിരുന്നു. മഴയും വെയിലും ഇരുളും വെളിച്ചവും അവൾ അനുഭവിച്ചത് അച്ഛന്റെ കൈവിരലുകളിൽ നിന്നാണ്. കാരണം അവൾക്ക് കാഴ്ചയില്ല, സംസാരശേഷിയില്ല, കേൾവി ശക്തിയില്ല. 6 വയസ്സിനിടെ 6 തവണ ഓപ്പറേഷന് വിധേയയായ അവൾക്കിന്ന് 26 വയസ്സ്. പേര് സിഷ്ണ ആനന്ദ്. അന്ധയും ബധിരയും മൂകയുമായ ഒരാൾക്ക് ഈ ഭൂമിയിൽ എങ്ങനെ ജീവിക്കാനാകും? മറ്റുള്ളവരുടെ ആശയവിനിമയത്തെ ഉൾക്കൊള്ളാനോ സ്വന്തം ആശയങ്ങളെ പ്രകടിപ്പിക്കാനോ കഴിയാത്തൊരവസ്ഥ. പിന്നെ എങ്ങനെ ജീവിക്കും? അതിനുള്ള ഉത്തരമാണ് തലശ്ശേരിക്കാരിയായ സിഷ്ണ ആനന്ദ് എന്ന മിടുമിടുക്കി. ഇന്ന് സിഷ്ണ നൃത്തം ചെയ്യും. കുടകളും ചന്ദനത്തിരികളും മാറ്റുകളും കടലാസ് കൊണ്ട് പൂക്കളും പേനയും ഉണ്ടാക്കും. കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഉപയോഗിക്കും. സ്കൂളുകളിൽ ചെന്ന കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കും. സെമിനാറുകളിൽ പ്രസംഗിക്കും. അത്ഭുതം എന്ന കേവല വാക്കിനപ്പുറത്താണ് ഇന്ന് സിഷ്ണയുടെ ജീവിതം. പ്രതിസന്ധികളിൽ തളരാതെ പൊരുതി മുന്നേറിയ സിഷ്ണ നമ്മുടെ ഹെലൻ കെല്ലറാണ്. ഒരിക്കൽ മുംബൈയിലെ ആശുപത്രിയിൽ സിഷ്ണയെ പരിശോധനയ്ക്ക് കൊണ്ടുപോയപ്പോൾ ഒരു ഡോക്ടർ സിഷ്ണയുടെ അച്ഛനോട് ചോദിച്ചു, കണ്ണ് കാണില്ല, ചെവി കേൾക്കുകയോ സംസാരിക്കുകയോ ചെയ്യില്ല, ഹൃദയത്തിന് പ്രശ്നമുണ്ട്, ഇങ്ങനെ ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തി വലുതാക്കും? അച്ഛൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് മകളെ നോക്കിയിട്ട് പറഞ്ഞു, എൻ്റെ ഈ കൈവിരലുകൾ അവളുടെ കണ്ണുകളും കാതുകളുമാണ്.
ഈ വിരൽ പിടിച്ച് അവൾ സംസാരിക്കും. എൻ്റെ ജീവിത ലക്ഷ്യം അവളുടെ ജീവിത വിജയമായിരിക്കും. അതിൻ്റെ തുടക്കം മുംബൈ ഹെലൻ കെല്ലർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 4-ാം വയസ്സ് മുതലുള്ള സിഷ്നയുടെ പഠനമായിരുന്നു. വിരൽത്തുമ്പിലാണ് സിഷ്നയുടെ ലോകം. ടാക്ടൈൽ സൈൻ ലാംഗ്വേജ്, തൊട്ടുകൊണ്ടുള്ള ആംഗ്യഭാഷ എന്ന ആശയവിനിമയ രീതി പഠിച്ചതിനാൽ കൈവിരലുകൾ തൊട്ട് സിഷ്ന സംസാരിച്ചു തുടങ്ങി. സംസാരിക്കാൻ അച്ഛനും അമ്മയും ആ ഭാഷ സിഷ്നയിൽ നിന്നും പഠിച്ചെടുത്തു. അങ്ങനെ മകൾക്ക് പറയാനുള്ളത് മാതാപിതാക്കൾ കൃത്യമായി അവരോട് പറഞ്ഞു. ബ്രെയിൽ ലിപി പഠിച്ചതോടെ പവർ ബ്രെയിലി എന്ന ഉപകരണത്തിന്റെ സഹായത്താൽ എഴുതാനും വായിക്കാനും സാധിച്ചു. കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനും ഇന്ന് സിഷ്നയ്ക്ക് കഴിയും. ഒരു ദിവസം സിഷ്ന അച്ഛനോട് പറഞ്ഞു, എനിക്ക് നൃത്തം പഠിക്കണം. അച്ഛൻ ഒരു നൃത്താധ്യാപികയോട് കാര്യം പറഞ്ഞു. ആദ്യം ഉപേക്ഷ പറഞ്ഞെങ്കിലും പിന്നീട് ടീച്ചർ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറായി. ശിവദം ശിവനാമം എന്ന് തുടങ്ങുന്ന സിനിമാ ഗാനം തിരഞ്ഞെടുത്തു. അച്ഛൻ ഈ ഗാനത്തിന്റെ വരികൾ മൊബൈൽ ഫോണിൽ ഡൗൺലോഡ് ചെയ്തു. എന്നിട്ട് അത് ബ്ലൂടൂത്ത് വഴി പവർ ബ്രെയിലിയിലേക്ക് അയച്ചു. അത് ബ്രെയിൽ ലിപിയിൽ മാറ്റപ്പെട്ടതോടെ സിഷ്നയ്ക്ക് വായിച്ചെടുക്കാനായി. അങ്ങനെ മകൾ തൊട്ടു മനസ്സിലാക്കിയ ഓരോ വരിയുടെയും അർത്ഥം അച്ഛൻ തന്റെ വിരൽ സ്പർശത്താൽ പറഞ്ഞുകൊടുത്തു. പിന്നീട് ടീച്ചർ വരികൾക്കൊപ്പിച്ച് സിഷ്നയെ ചുവടുകൾ പഠിപ്പിച്ചു. അങ്ങനെ കണ്ണൂരിൽ നടന്ന ചടങ്ങിൽ ടീച്ചർക്കൊപ്പം സിഷ്ന വേദിയിൽ നൃത്തം അവതരിപ്പിച്ചു. എഴുതിയിരിക്കുന്നത് സിജു ചെറുതാഴം. പാഠഭാഗം കേട്ടല്ലോ. മലയാളിയുടെ ഹെലൻ കെല്ലർ. സിഷ്ന എന്ന പെൺകുട്ടിയുടെ അതിജീവനത്തിന്റെ കഥയാണ് അതിൽ വിവരിക്കുന്നത്. കാഴ്ചയും കേൾവിയും സംസാരശേഷിയും ഇല്ലാത്ത സിഷ്ന തന്റെ പരിമിതികളെ മറികടന്ന് ലോകത്തിന് മാതൃകയായ രീതിയാണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. പാഠഭാഗത്തിന്റെ സംഗ്രഹം കേട്ടോളൂ. അതിജീവനത്തിന്റെ പാത, അതായത് ജനിച്ചപ്പോൾ തന്നെ കാഴ്ചയും കേൾവിയും നഷ്ടപ്പെട്ട സിഷ്ന തന്റെ അച്ഛൻ്റെയും അമ്മയുടെയും തണലിലാണ് വളർന്നത്. അന്ധതയും ബധിരതയും ഒരു വ്യക്തിയെ ലോകത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുമെന്ന പൊതുധാരണയെ സിഷ്ന തിരുത്തിക്കുറിച്ചു. വിദ്യാഭ്യാസവും സാങ്കേതിക വിദ്യയും. ടാക്ടൈൽ സൈൻ ലാംഗ്വേജ്, അതായത് സ്പർശനത്തിലൂടെയുള്ള ആംഗ്യഭാഷ ഉപയോഗിച്ചാണ് സിഷ്ന ആശയവിനിമയം പഠിച്ചത്. കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഉപയോഗിക്കാനും ബ്രെയിലി ലിപിയിലൂടെ വായിക്കാനും അവൾക്ക് സാധിച്ചു. ശാരീരികമായ വെല്ലുവിളികൾക്കിടയിലും നൃത്തം പഠിക്കണമെന്ന ആഗ്രഹം സിഷ്ന പ്രകടിപ്പിച്ചു. അത് അവളുടെ കലയോടുള്ള താല്പര്യമാണ് അവിടെ പ്രകടമാക്കിയത്. അധ്യാപകരുടെ സഹായത്തോടെ പാട്ടിന്റെ വരികൾ സ്പർശനത്തിലൂടെ മനസ്സിലാക്കി അവൾ വേദിയിൽ നൃത്തം അവതരിപ്പിച്ചു. ഇന്ന് അവൾ പല സ്കൂളുകളിലും മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുകയും സ്വന്തം ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം പകരുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് മലയാളിയുടെ ഹെലൻ കെല്ലർ എന്ന പേരിൽ സിഷ്ന അറിയപ്പെടുന്നത്? ലോകപ്രശസ്തയായ ഹെലൻ കെല്ലർ കാഴ്ചയും കേൾവിയും ഇല്ലാതിരുന്നിട്ടും തന്റെ നിശ്ചയദാർഢ്യം കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ വനിതയാണ്. സമാനമായ രീതിയിൽ കേരളത്തിൽ ജനിച്ച സിഷ്നയും തന്റെ എല്ലാ ശാരീരിക പരിമിതികളെയും സാങ്കേതിക വിദ്യയുടെയും കഠിനാധ്വാനത്തിന്റെയും സഹായത്തോടെ മറികടന്നു. ഹെലൻ കെല്ലറെ പോലെ തന്നെ അസാധ്യമായതിനെ സാധ്യമാക്കി മാറ്റിയതിനാലാണ് സിഷ്നയെ മലയാളിയുടെ ഹെലൻ കെല്ലർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇനി പാഠഭാഗം നമുക്ക് നൽകുന്ന തിരിച്ചറിവുകൾ എന്തൊക്കെയാണ്? പരിമിതികൾ തടസ്സമല്ല, അതൊരു പ്രധാന കാര്യമാണ്. ശാരീരികമായ വൈകല്യങ്ങൾ ഒരാളുടെ വളർച്ചയ്ക്ക് തടസ്സമല്ല. ആത്മവിശ്വാസവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും മറികടക്കാമെന്ന് സിഷ്നയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി പിന്തുണയുടെ പ്രസക്തി, അതായത് സിഷ്നയുടെ ജീവിത വിജയത്തിന് പിന്നിൽ അവളുടെ മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും വലിയ പിന്തുണയുണ്ട്. ഭിന്നശേഷിയുള്ളവരെ സഹതാപത്തോടെ നോക്കാതെ അവർക്ക് ആവശ്യമായ പിന്തുണയും അവസരങ്ങളും നൽകുകയാണ് സമൂഹം ചെയ്യേണ്ടത്. സാങ്കേതിക വിദ്യയുടെ ഗുണം, അത് അവൾക്ക് എങ്ങനെ സഹായകമായി എന്ന് നോക്കാം. ആധുനിക സാങ്കേതിക വിദ്യ, അതായത് കമ്പ്യൂട്ടർ, പ്രത്യേക സോഫ്റ്റ്വെയറുകൾ, ഇതെല്ലാം ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഭിന്നശേഷിക്കാർക്കും ലോകവുമായി സംവദിക്കാൻ കഴിയുമെന്ന് ഈ പാഠം പഠിപ്പിക്കുന്നു. ഇതിലുപരിയായി നമുക്ക് വേണ്ടത് എന്താണ്? ഇച്ഛാശക്തിയാണ്. നൃത്തം പഠിക്കാനും സ്റ്റേജിൽ അവതരിപ്പിക്കാനുള്ള സിഷ്നയുടെ തീരുമാനം അവളുടെ ശക്തമായ ഇച്ഛാശക്തിയെയാണ് കാണിക്കുന്നത്.
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ബുദ്ധിപരമായോ അല്ലെങ്കിൽ ശാരീരികമായോ വൈകല്യങ്ങൾ കുറേ ഏറെ ഉണ്ടെങ്കിലും നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് നമുക്ക് ആഗ്രഹിക്കുന്ന തലങ്ങളിലേക്ക് ഉയരാൻ സാധിക്കും എന്നതാണ് ഇവിടെ പ്രകടമാകുന്നത്. ഇനി സിഷ്ണയുടെ പോരാട്ടത്തെക്കുറിച്ചാണ്. എങ്ങനെയാണ് അവൾ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തത്? ആശയവിനിമയത്തിലെ വിസ്മയം അതെന്താണെന്ന് നോക്കാം. ശബ്ദമോ വെളിച്ചമോ ഇല്ലാത്ത ലോകത്തിരുന്ന് സ്പർശനത്തിലൂടെയുള്ള ഭാഷ, അതാണ് സിഷ്ണ പഠിച്ചെടുത്തത്. അത് അവൾ അത്ഭുതകരമായിട്ടുള്ള ഒരു കഴിവാണ് അവിടെ പ്രകടമാകുന്നത്. കൈപ്പത്തിക്കുള്ളിൽ ആംഗ്യങ്ങൾ കാട്ടി കാര്യങ്ങൾ സംവദിക്കുന്ന ഈ രീതി അവൾക്ക് ലോകത്തേക്കുള്ള വാതിലായി മാറി. അന്ധർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ബ്രെയിലി ലിപി മാത്രമല്ല, കമ്പ്യൂട്ടറിലെ കീബോർഡിൽ ടൈപ്പ് ചെയ്യാനും സന്ദേശങ്ങൾ അയക്കാനും അവൾ പഠിച്ചു. ഇതവളെ പുറംലോകവുമായി ബന്ധിപ്പിച്ചു. നൃത്തം എന്ന അത്ഭുതം. പാട്ട് കേൾക്കാൻ കഴിയില്ലെങ്കിലും അച്ഛൻ വരികൾ പറഞ്ഞു കൊടുക്കുകയും താളത്തിനനുസരിച്ച് സ്പർശനത്തിലൂടെ സൂചനകൾ നൽകുകയും ചെയ്തപ്പോൾ സിഷ്ണ അത് ഹൃദയത്തിൽ ഏറ്റുവാങ്ങി ആടിത്തീർത്തു. കണ്ണ് കാണില്ല, ചെവി കേൾക്കില്ല, സംസാരിക്കാനും കഴിയില്ല. ഇങ്ങനെ ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തും? ഡോക്ടറുടെ ഈ ചോദ്യത്തിന് അച്ഛൻ നൽകിയ മറുപടി എന്താണ് സൂചിപ്പിക്കുന്നത്? അച്ഛൻ എന്താണ് പറഞ്ഞത്? എൻ്റെ ഈ കൈവിരലുകൾ അവളുടെ കണ്ണുകളും കാതുകളുമാണ് എന്നാണ് അച്ഛൻ മറുപടി നൽകിയത്. തൻ്റെ മകളുടെ കുറവുകളെ സ്വന്തം സ്നേഹം കൊണ്ട് നികത്തുമെന്ന അച്ഛൻ്റെ ദൃഢനിശ്ചയമാണ് ഇവിടെ തെളിയുന്നത്. മാതാപിതാക്കളുടെ നിരുപാധികമായ പിന്തുണ ഒരാളുടെ വിജയത്തിൽ എത്രത്തോളം വലുതാണെന്ന് ഇത് കാണിക്കുന്നു. ഇതിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന എന്തെല്ലാം പാഠങ്ങളുണ്ട്? അതായത്, ലക്ഷ്യബോധമുണ്ടെങ്കിൽ ഏത് ഇരുട്ടിനെയും വെളിച്ചമാക്കാം. പരാതികൾ പറയുന്നതിന് പകരം ഉള്ള സാഹചര്യങ്ങളെ എങ്ങനെ മെച്ചപ്പെടുത്താമെന്ന് ചിന്തിക്കണം. മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്, അതായത് ഇപ്പോൾ സിഷ്ണ മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, അത് തന്നെയാണ് മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവളുടെ മനസ്സിനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇനി സിഷ്ണയെക്കുറിച്ചൊരു ലഘു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാൻ ആവശ്യപ്പെടുകയാണെന്ന് വിചാരിക്കുക. എന്തൊക്കെയായിരിക്കും നമ്മൾ അതിൽ ഉൾപ്പെടുത്തേണ്ടത്? പേര് സിഷ്ണ, വിശേഷണം മലയാളിയുടെ ഹെലൻ കെല്ലർ. ഇനി പരിമിതികൾ, അത് അവളുടെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? അന്ധത, ബധിരത, സംസാരശേഷി ഇല്ലായ്മ. ഇനി അതിനെയൊക്കെ എങ്ങനെ മറികടന്നത്? അതിജീവന മാർഗങ്ങൾ എന്തെല്ലാമായിരുന്നു? ടാക്ടൈൽ സൈൻ ലാംഗ്വേജ്, ബ്രെയിലി ലിപി, കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യ, ഇതൊക്കെ അവൾ വശത്താക്കി. അങ്ങനെയാണ് സിഷ്ണ തൻ്റെ ആശയവിനിമയത്തിനും അല്ലെങ്കിൽ ഈ നൃത്തം ഒക്കെ പഠിച്ചെടുക്കാനുള്ള സാധ്യത വശമാക്കിയത്. ഇനി നേട്ടങ്ങൾ. നൃത്തം വേദിയിൽ അവതരിപ്പിച്ചു, നിരവധി പേർക്ക് പ്രചോദനമേകുന്ന പ്രസംഗങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് നൽകുന്ന സന്ദേശം എന്താണെന്ന് കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടി വരും. വൈകല്യം ശരീരത്തിനാണ്, മനസ്സിനല്ല. ഇനി സിഷ്ണയുടെ ജീവിതം കേവലം ഒരു കഥയല്ല, മറിച്ച് നിശ്ചയദാർഢ്യത്തിൻ്റെ പുസ്തകമാണ്. അതിനെക്കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ എന്തെഴുതും? സാങ്കേതിക വിദ്യയുടെ പങ്ക് സിഷ്ണയുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി. അതിൻ്റെ പ്രധാന ഘടകങ്ങളിലൊന്ന് ആധുനിക സാങ്കേതിക വിദ്യയാണ്, അതായത് ബ്രെയിലി ലിപി. കാഴ്ചയില്ലാത്തവർക്ക് വിരലുകൾ കൊണ്ട് തൊട്ട് വായിക്കാൻ കഴിയുന്ന രീതിയാണിത്. സിഷ്ണ ഇത് ഉപയോഗിച്ച് അറിവ് നേടി. പിന്നെ സ്ക്രീൻ റീഡിങ്ങിലും വേണ്ട സോഫ്റ്റ്വെയറുകളും അവൾ പഠിച്ചെടുത്തു. കമ്പ്യൂട്ടറിലെയും ഫോണിലെയും വിവരങ്ങൾ മനസ്സിലാക്കാൻ ഈ സ്ക്രീൻ റീഡിംഗ് സോഫ്റ്റ്വെയറുകൾ അവളെ സഹായിച്ചു. നൃത്തവേദിയിലെ അത്ഭുതമായി മാറിയത് എങ്ങനെയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശബ്ദം കേൾക്കാത്ത ഒരാൾ എങ്ങനെ നൃത്തം ചെയ്യും എന്ന ചോദ്യത്തിന് സിഷ്ണ മറുപടി നൽകിയത് തൻ്റെ അച്ഛൻ്റെ സഹായത്തോടെയാണ്. താളം മനസ്സിലാക്കൽ. നൃത്തം പഠിക്കണമെങ്കിൽ നമുക്ക് താളബോധം വേണം, താളം മനസ്സിലാക്കണം അല്ലേ? അതിൻ്റെ ചുവട് വയ്പ്പുകൾ ഓരോന്നും ആ താള അനുബന്ധമായിട്ടായിരിക്കും ചെയ്യേണ്ടത്. പാട്ടിൻ്റെ വരികളും താളവും അച്ഛൻ സിഷ്ണയുടെ കൈകളിൽ തൊട്ട് സിഗ്നലുകളായി നൽകി. വിരലുകളിലൂടെ ഒഴുകിയ ആ പാട്ടിനെ മനസ്സുകൊണ്ട് നൃത്തമാക്കി മാറ്റാൻ അവൾക്ക് കഴിഞ്ഞു. ഇത് മനുഷ്യൻ്റെ ഇച്ഛാശക്തിക്ക് പരിധികളില്ല എന്നതാണ് തെളിയിക്കുന്നത്. ഇനി അതിജീവനത്തിൻ്റെ കരുത്ത്, അതിനെപ്പറ്റി ഒരു ചർച്ചാക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? അതായത് സ്കൂൾ മാഗസിനിലോ അല്ലെങ്കിൽ ക്ലാസ് വർക്കൊക്കെ വേണ്ടി ചില പോയിന്റുകൾ ഉൾപ്പെടുത്തിയൊരു കുറിപ്പ് നമുക്ക് എഴുതാം. അതായത് അവഗണനയിൽ നിന്ന് ആത്മവിശ്വാസത്തിലേക്ക്. ഒരു ഭിന്നശേഷിക്കാരിയായ പെൺകുട്ടി എന്ന നിലയിൽ സമൂഹം സിഷ്ണയെ സഹതാപത്തോടെ നോക്കിയേക്കാം. എന്നാൽ ആ സഹതാപത്തെ അവൾ തൻ്റെ കഴിവുകൊണ്ട് അത്ഭുതമാക്കി മാറ്റും. അതിന് മാതാപിതാക്കളുടെ പങ്ക് എന്തായിരുന്നു? സിഷ്ണയുടെ അച്ഛൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്.
എൻ്റെ ഈ വിരലുകൾ അവളുടെ കണ്ണുകളും കാതുകളുമാണ്. ഭിന്നശേഷിയുള്ള കുട്ടികളെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് വലിയൊരു മാതൃകയാണിത്. സമൂഹത്തിന്റെ കടമ കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. ഭിന്നശേഷിക്കാർക്ക് നമ്മൾ നൽകേണ്ടത് സഹതാപമല്ല, മറിച്ച് അവർക്ക് മുന്നേറാനുള്ള സാഹചര്യമാണ്. അതായത് ബ്രെയിലി പുസ്തകങ്ങൾ, സ്പെഷ്യൽ എഡ്യൂക്കേഷനും ഒക്കെ അവർക്ക് സഹായകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇതിൽ വരുന്ന പദപരിചയമായി പുതിയ പദങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളിത് കേട്ടിട്ടുണ്ടാവും, കുറേ പേർക്കൊക്കെ അറിയാവുന്നതാണ്. ടാക്ടൈൽ സൈൻ ലാംഗ്വേജ്, അതായത് കാഴ്ചയും കേൾവിയും ഇല്ലാത്തവർ കൈകളിൽ തൊട്ടും പിടിച്ചും ആശയവിനിമയം നടത്തുന്ന രീതിയാണിത്. ബധിരത എന്ന് പറഞ്ഞാൽ കേൾവിശക്തി ഇല്ലാത്ത അവസ്ഥ. അന്ധത എന്ന് പറഞ്ഞാൽ കാഴ്ചശക്തി ഇല്ലാത്ത അവസ്ഥ. ഇനി മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രചോദനം അല്ലെങ്കിൽ പ്രോത്സാഹനം. ഇനി പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളിലേക്ക് കിടക്കാം. പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ചോദ്യം ഇതാണ്: സിഷ്ണയുടെ അച്ഛൻ ഡോക്ടർക്ക് നൽകിയ മറുപടി എന്തായിരുന്നു? അത് എന്തിനെ സൂചിപ്പിക്കുന്നു? എൻ്റെ ഈ കൈവിരലുകൾ അവളുടെ കണ്ണുകളും കാതുകളുമാണ്. ഈ വിരൽ പിടിച്ച് അവൾ സംസാരിക്കും. എൻ്റെ ജീവിതം ലക്ഷ്യം അവളുടെ ജീവിതം വിജയമായിരിക്കും. എൻ്റെ ജീവിത ലക്ഷ്യം അവളുടെ ജീവിത വിജയമായിരിക്കും എന്നായിരുന്നു അച്ഛൻ്റെ മറുപടി. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മാതാപിതാക്കളുടെ സ്നേഹവും പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും മറികടക്കാമെന്ന വലിയ സത്യമാണ് ഇത് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: സിഷ്ണ എങ്ങനെയാണ് ആശയവിനിമയം നടത്തിയത്? ടാക്ടൈൽ സൈൻ ലാംഗ്വേജ് അഥവാ സ്പർശനത്തിലൂടെയുള്ള ആംഗ്യഭാഷ ഉപയോഗിച്ചാണ് സിഷ്ണ ആശയവിനിമയം നടത്തുന്നത്. മറ്റൊരാളുടെ കൈവിരലുകൾ തൻ്റെ ഉള്ളംകൈയിൽ സ്പർശിക്കുന്നത് വഴി അവർ പറയുന്നത് സിഷ്ണ മനസ്സിലാക്കുന്നു. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്: കാഴ്ചയും കേൾവിയും ഇല്ലാത്ത സിഷ്ണ എങ്ങനെയാണ് നൃത്തം പഠിച്ചതെന്നാണ് ചോദ്യം. പാട്ടിന്റെ വരികൾ അച്ഛൻ സിഷ്ണയുടെ കൈകളിൽ സ്പർശനത്തിലൂടെ, അതായത് ടാക്ടൈൽ ഭാഷയിൽ മനസ്സിലാക്കി കൊടുത്തു. പിന്നീട് ഓരോ വരിക്കുമുള്ള ചുവടുകൾ അധ്യാപിക പഠിപ്പിച്ചു. താളം മനസ്സിലാക്കി എടുക്കാനുള്ള സിഷ്ണയുടെ അസാമാന്യമായ കഴിവും നിശ്ചയദാർഢ്യവുമാണ് അവളെ വേദിയിൽ നൃത്തം ചെയ്യാൻ സഹായിച്ചത്. സിഷ്ണയ്ക്ക് ലോകവുമായി ബന്ധപ്പെടാൻ സാങ്കേതിക വിദ്യ എങ്ങനെ സഹായിച്ചു എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സിഷ്ണയ്ക്ക് ബ്രെയിലി ലിപി വായിക്കാൻ സഹായിക്കുന്ന ഉപകരണം ലഭ്യമാണ്. കൂടാതെ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യാനും മൊബൈൽ ഫോൺ ഉപയോഗിക്കാനും അവൾക്ക് സാധിക്കുന്നു. ഇത് അവളെ അറിവ് നേടാനും മറ്റുള്ളവരുമായി സന്ദേശങ്ങൾ കൈമാറാനും സഹായിക്കുന്നു. അടുത്ത ചോദ്യം പ്രധാനപ്പെട്ടതാണ്. മലയാളിയുടെ ഹെലൻ കെല്ലർ എന്ന വിശേഷണം സിഷ്ണയ്ക്ക് എങ്ങനെ അനുയോജ്യമാകുന്നു? ഇത് കുറച്ചു മുമ്പ് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് കുറച്ച് വിശദീകരണം നൽകിയതാണ്. എന്നിരുന്നാലും ഈ ഉത്തരം കൂടി നിങ്ങൾ കേൾക്കൂ. ലോകപ്രശസ്തയായ ഹെലൻ കെല്ലർ കാഴ്ചയും കേൾവിയും ഇല്ലാതിരുന്നിട്ടും ലോകത്തിന് വലിയ മാതൃകയായി മാറിയ വ്യക്തിയാണ്. അതേപോലെ സമാനമായ ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ച് നൃത്തം ചെയ്തും ക്ലാസുകൾ നയിച്ചും സിഷ്ണ കേരളത്തിന് മാതൃകയാകുന്നു. അതുകൊണ്ടാണ് സിഷ്ണയെ ഇത്തരത്തിൽ വിശേഷിപ്പിക്കുന്നത്. സിഷ്ണയുടെ ജീവിതം, അതായത് സ്കൂൾ പ്രൊജക്റ്റുകൾക്കും മറ്റും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ളൊരു ജീവചരിത്ര കുറിപ്പാക്കി എഴുതാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് ജീവചരിത്ര കുറിപ്പ് സിഷ്ണ എന്ന് കൊടുക്കുക. ആമുഖമായിട്ടും ഉള്ളടക്കമായിട്ട് വരുന്ന കാര്യങ്ങളും അതേപോലെ ഉപസംഹാരം, എന്തൊക്കെയാണ് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത്, ആ മാറ്റങ്ങളെ, അല്ലെങ്കിൽ അതിലൂടെ അവൾ തങ്ങളുടെ മാതാപിതാക്കളുടെയും അധ്യാപികയുടെയൊക്കെ സഹായത്തോടെ ഏതെല്ലാം മേഖലകളിൽ അവൾക്ക് വിജയം നേടാൻ സാധിച്ചു, എങ്ങനെയാണ് അവൾ സമൂഹത്തിന് അല്ലെങ്കിൽ മറ്റു കുട്ടികൾക്ക് പ്രചോദനാത്മകമായ ക്ലാസ്സുകൾ എടുക്കുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ജീവചരിത്രക്കുറിപ്പ് എഴുതിയിരിക്കുന്നത്. പരിമിതികളെ നിശ്ചയദാർഢ്യം കൊണ്ട് തോൽപ്പിച്ച വ്യക്തിയാണ് സിഷ്ണ. ജനനം മുതൽ കാഴ്ചയും കേൾവിയും സംസാരശേഷിയും ഇല്ലാതിരുന്നിട്ടും തൻ്റെ സ്വപ്നങ്ങളെ പിന്തുടർന്ന് അവൾ നേടിയെടുത്ത വിജയം ഓരോരുത്തർക്കും വലിയൊരു പാഠമാണ്, നമുക്ക് ഓരോരുത്തർക്കും, അല്ലേ? ഇക്കാരണത്താൽ തന്നെ അവൾ മലയാളിയുടെ ഹെലൻ കെല്ലർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി ജീവിത പശ്ചാത്തലത്തെക്കുറിച്ചുള്ള കാര്യം എന്താണ്? കുട്ടിക്കാലത്ത് തന്നെ ശാരീരിക വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞുവെങ്കിലും സിഷ്ണയുടെ മാതാപിതാക്കൾ അവളെ ചേർത്ത് പിടിച്ചു. അച്ഛൻ്റെ സ്നേഹവും പിന്തുണയുമാണ് അവളുടെ ലോകത്തെ വെളിച്ചമുള്ളതാക്കിയത്. ഇനി വിദ്യാഭ്യാസവും ആശയവിനിമയവും. ടാക്ടൈൽ സൈൻ ലാംഗ്വേജ്, അതായത് സ്പർശനത്തിലൂടെയുള്ള ആംഗ്യഭാഷ ഉപയോഗിച്ചിട്ടാണ് സിഷ്ണ ആശയവിനിമയം നടത്തുന്നത്. മറ്റൊരാളുടെ കൈപ്പത്തിയിൽ വിരലുകൾ കൊണ്ട് അടയാളപ്പെടുത്തിയാണ് അവൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്.
ബ്രെയിലി ലിപി. കാഴ്ചയില്ലാത്തവർക്കായി വികസിപ്പിച്ചെടുത്ത ബ്രെയിലി ലിപിയിലൂടെ അവൾ അറിവ് നേടി. അതുപോലെ തന്നെ പ്രത്യേക സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, മൊബൈൽ ഫോൺ എന്നിവ കൈകാര്യം ചെയ്യാനുള്ള സാങ്കേതിക വിദ്യയിലും അവൾക്ക് പ്രാവീണ്യമുണ്ട്. നേട്ടങ്ങൾ ഒരുപാട് അവൾ നേടൂ. എങ്ങനെയാണ്? നൃത്തം. പാട്ട് കേൾക്കാൻ കഴിയില്ലെങ്കിലും അച്ഛൻ വിരലുകൾ കൊണ്ട് പകർന്നു നൽകിയ താളം മനസ്സിലാക്കി സുഷ്ന വേദിയിൽ മനോഹരമായി അധ്യാപികയുടെ സഹായത്തോടെ നൃത്തം അവതരിപ്പിച്ചു. ഇനി പ്രേരണാ പ്രഭാഷണം, അതായത് മോട്ടിവേഷൻ സ്പീക്കിംഗ്. ഇന്ന് വിവിധ വിദ്യാലയങ്ങളിലും കോളേജുകളിലും മോട്ടിവേഷണൽ ക്ലാസ്സുകൾ നയിക്കുന്ന തിരക്കിലാണ് സുഷ്ന. തൻ്റെ ജീവിതം തന്നെയാണ് അവൾ മറ്റുള്ളവർക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ഗാന്ധിജി പറഞ്ഞു, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്നത് പോലെ തന്നെ സുഷ്നയുടെയും ആപ്തവാക്യം ഇത് തന്നെയായിരുന്നു. തൻ്റെ ജീവിതം തന്നെയാണ് അവൾ മറ്റുള്ളവർക്ക് നൽകുന്ന സന്ദേശം എന്നത്. ഇനി പ്രത്യേകതകൾ. പരിമിതികളെക്കുറിച്ച് പരാതി പറയുന്നവർക്ക് മുന്നിൽ വൈകല്യം ശരീരത്തിനാണെന്നും മനസ്സിനല്ലെന്നും സുഷ്ന തെളിയിച്ചു. മുംബൈയിലെ ഹെലൻ കെല്ലർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നേടിയ പരിശീലനം അവളുടെ ജീവിതത്തിൽ നിർണായകമായി. ആത്മവിശ്വാസവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ ലോകത്ത് ഏതൊരു ലക്ഷ്യം കീഴടക്കാം എന്നതിന് ഉത്തമ ഉദാഹരണമാണ് സുഷ്നയുടെ ജീവിതം. അവളുടെ പോരാട്ട വീര്യം പുതുതലമുറയ്ക്ക് എന്നും വലിയൊരു പ്രചോദനമാണ്. എന്താണ് ഈ പാഠം നൽകുന്ന സന്ദേശം? വൈകല്യങ്ങൾ ശരീരത്തിനാണ്, മനസ്സിനല്ല എന്നതാണ് സുഷ്ന നൽകുന്ന മഹത്തായ സന്ദേശം. ആത്മവിശ്വാസവും കഠിനാധ്വാനവും പിന്തുണയ്ക്കാൻ നല്ലൊരു മനസ്സും ഉണ്ടെങ്കിൽ ആർക്കും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയും എന്നതാണ് സുഷ്ന നമുക്ക് ഏവർക്കുമായി നൽകുന്ന ജീവിത പാഠം അല്ലെങ്കിൽ മഹത്തായ സന്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. പാഠഭാഗം ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. മറ്റ് പാഠഭാഗങ്ങൾ ഓരോന്നും ഇത്രയും വിശദമായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചോദ്യോത്തരങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ചിൽഡ്രൻ.